ചെന്നൈ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണുള്ളത്. ഞങ്ങൾ ഗോവയ്ക്ക് പോവുകയാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. കുറച്ച് മാസങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തു. രണ്ടുപേര് ബാക്കൗട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളോട് ചുമ്മാ ഒരു സജഷൻ ചോദിച്ച പേര് ബാക്കൗട്ട്. അപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു ഓക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. രാത്രി 10 മണിക്ക്. ഒക്ടോബർ 1 ഇന്നലെ രാത്രി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഉച്ചയ്ക്ക് 3:20 വൈകിട്ടാകുമ്പോൾ നമ്മളെത്തും. ഞങ്ങൾ 3 മണിക്ക് ഇന്നലെ രാത്രി 10 മണിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. രാത്രി പാക്ക് ചെയ്തു കിടന്നപ്പോൾ ഒരു 1 മണി 1:30 ആയി. രാവിലെ എണീറ്റ് ഓഫീസിൽ പോയി വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ളത് എയർപോർട്ടിൽ നിന്നപ്പോൾ വർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ വർക്ക് ചെയ്യാൻ പോവാണ്. അവിടെ ചെന്നിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, വർക്ക് ഹോളിഡേ. ഫസ്റ്റ് ഫ്ലൈറ്റ് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചെക്കിൻ ഒക്കെ ഇങ്ങനെ കൊണ്ടേ നടക്കുമായിരുന്നു. അവരിങ്ങനെ കൈ പൊക്കാൻ പറയുമ്പോൾ കൈ പൊക്കണം, കൈ താത്താൻ പറയും. വാച്ചൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മറ്റേ സെക്യൂരിറ്റി സമയത്ത് ഒന്നും ഉണ്ടായില്ല. കഥകളൊക്കെ കണ്ടു നടക്കുകയാണ്. മറ്റൊരു കുഞ്ഞു കുട്ടി ഒരു ഇന്നസെന്റ് മൈൻഡോട് കൂടി കണ്ട് നടക്കുക. നമുക്കൊന്നും നമ്മൾ കാണുന്നു, ആസ്വദിക്കുന്നു. ഐ മീൻ ദുർഗയൊക്കെ ഓൾറെഡി പോയില്ലേ? ദുർഗ നമ്മൾ പാസ് ചെയ്യേണ്ടി വരുമോ ഇല്ലയെന്ന് ഞാൻ ആലോചിച്ചതാണ്. പാസ് ചെയ്യേണ്ടി വരില്ല. എനിക്ക് അറിഞ്ഞൂടാ. ഫ്രണ്ടിൽ കൂടെ കയറുവാണെങ്കിൽ അവൾ ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ പാസ് ചെയ്യേണ്ടി വരും. ഫ്രണ്ടിൽ കൂടെ അല്ലേ കയറണേ? യെസ്, നമ്മൾ കയറാൻ പോവാണ്. ഫൈനലി 3:10 ആയി. 3:20 നമ്മുടെ ഫ്ലൈറ്റ്. സോ വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ. ഞാനിന്റെ മുഖം ഇഷ്ടമായ ഭയങ്കര ചെറിയ അടയുമായിരുന്നു. ഞാൻ ബാലൻസ് ഭയങ്കരമായിട്ട് പോകുമ്പോൾ തോന്നുന്നു. എന്നാന്ന് കൊള്ളാവോ? 200 രൂപയുടെ കാപ്പി കുടിക്കുന്ന സ്റ്റെഫി മോൾ. നോർത്ത് ഗോവയിൽ എത്താറായി. ഫ്ലൈറ്റ് ഇസ് അബൌട്ട് ടു ലാൻഡ്.
ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ളൊരു വെതറാണ് ഇവിടെ ഉള്ളത്. സോ കുറച്ച് എന്തൊക്കെയോ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു, കുറച്ച് ക്ലൗഡിയാണെന്ന്. ഞങ്ങൾ ഇന്നത്തെ ബീച്ച് പ്ലാൻ ക്യാൻസൽ ആവുമോ എന്ന് തോന്നുന്നു. യാ വെയിറ്റ്. നല്ല അടിപൊളി എയർപോർട്ട്, നല്ല അടിപൊളി വാഷ്റൂം, ഭയങ്കര ക്ലീൻ ആയിരുന്നു. പിന്നെ ലൈക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം, ലൈക്ക് ഒരാൾ നമ്മളുള്ളിൽ പോവുകയാണെങ്കിൽ ലൈറ്റ് കത്തും. ലൈക്ക് ഇറ്റ് വാസ് ടു ഗുഡ്, ടു ക്ലീൻ. എയർപോർട്ടാണെങ്കിൽ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. സ്റ്റെഫി ഭയങ്കര സ്ട്രെസ്ഡാണ്. സ്റ്റെഫിക്ക് ലോഗ് ചെയ്ത് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ റൂം എത്താൻ 1 മണിക്കൂർ എടുക്കുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. നമ്മളിതൊരു ബാഗ് കളക്ട് ചെയ്തിട്ടില്ല, ബാഗേജ് റിക്ലെയിം ആ സൈഡാണ്. ബാഗ് കളക്ട് ചെയ്തിട്ട് വേണം ക്യൂ നിൽക്കണം ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് റൂം എത്താൻ. സ്റ്റെഫിക്ക് വർക്ക് ചെയ്യാണ്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്തെന്ന് തോന്നുന്നു. ആരെന്നെ കോൾ ചെയ്തില്ലേ, അതാണ് അപ്ഡേറ്റ്. Just a day or maybe 2 since I last saw you, but now I won't come back around if you're not trying. അപ്പോൾ നമ്മൾ മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. 5 അറൗണ്ട് നമ്മളവിടെ ഇറങ്ങി. പക്ഷെ അതിൻ്റെ ശരിക്കും ഒരു ഒടുക്കത്തെ ഡെലിവറി വർക്ക് കാരണം നമ്മൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്നൊരു 1 അവർ അറൗണ്ട് നമ്മൾ വർക്ക് ചെയ്തു. ഞാനും വർക്ക് ചെയ്തു, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു ക്യാബ് എടുത്ത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഒരു ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു 1 അവർ ജേർണി ഉണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു ക്യാബിൽ നിന്നുള്ള വ്യൂ എല്ലാം. പക്ഷെ ഭയങ്കര കേരള ഫീലാണ്. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോസ്റ്റൽ നെയിം എന്നത് വൂപ്പേഴ്സ്. ഓക്കെ, ദുർഗയാണ് എല്ലാ പ്ലാനിൻ്റെയും തുറക്കിയത്. നമുക്ക് ഒരു ഐഡിയ ഇല്ല, എല്ലാ പ്ലാനും ദുർഗയാണ്. ദ പ്ലാനർ കം എവറിത്തിങ്. എല്ലാം ഭയങ്കര എന്താ റിസർച്ച് பண்ணி ഒരു ഡീറ്റെയിൽഡ് ഇത് ദുർഗയുടെ കയ്യിലുണ്ട്. നമ്മൾ ചുമ്മാ ദുർഗേനെ ഫോളോ ചെയ്യുക. വെറുതെ ദുർഗ ഗോസ് വി വിൽ ഗോ. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മളൊരു ടീ ബ്രേക്ക് എടുത്തേക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു. ഹോൾഡ് பண்ணிட்டே இருக்கணும். താൻ ആരുവാ? You know what? You know anything? അപ്പൊ വീഡിയോ എടുക്കുന്നുണ്ട്. ശരിക്കും വീഡിയോ എടുക്കുന്നുണ്ടോ? പറ. കിട്ടുന്നുണ്ടോ? ഓക്കെ പട്ടി. ഓക്കെ സ്റ്റെപ്പ് ചെയ്തിട്ടോ. ഓക്കെ എടാ പോടാ. Come on. ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും നോക്കുമ്പോൾ എനിക്ക് നാണം വരുവാ. അറിയത്തില്ലടാ, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസ്. പ്ലീസ് ഹോസ്റ്റൽ ഓർ സംതിങ്. From there itself we go to this Dear Zindagi Road. Adukaprom if you want to see this old Goa, I guess it is like near a fort or something. Apna we can cover this church and all. Adha old Goa na or fort and the fort. Bomb Jesus Basilica. Goa ellame and then the area na Wine famous asa. last time we go. We go there. Apra we chuma roam around. There are all nice food shops there. We'll go. Night vande if possible. നമ്മുടെ മെയിൻ എൻട്രൻസ്.
ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ ഓക്കെ. ഇവിടെ നമുക്ക് 6 ഷെയറിങ് ബെഡാ, 6 ഷെയറിങ് റൂമാണ്. അപ്പോൾ ഇങ്ങനെ മേലെ താഴെയായിട്ട് നമുക്ക് റൂംസ് ഉണ്ട്, ബെഡ്സ് ഉണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോഴവിടെ നമ്മളെല്ലാവരും റെഡി ആയി കഴിഞ്ഞു. അവരെല്ലാവരും പുറത്ത് പോയപ്പോൾ ഇവിടെ AC ഉണ്ട്. സോ ഇറ്റ്സ് കൂൾ ഓൺലി. അതിൻ്റെ അടുത്ത് കോമൺ ആയിട്ട് നമുക്കൊരു വാഷ്റൂം. ഇപ്പോൾ സമയം 9:20. നമ്മൾ റെഡി ആയിട്ട് ബീച്ചിൽ ഡിന്നർ കഴിക്കാനായിട്ട് പോവാ. വിശന്ന് കഴിഞ്ഞായിരുന്നു. അർജുന ബീച്ച്, സോറി, അർജുന ബീച്ച്.